നമസ്കാരം. ജ്യോതിഷത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് മാസഫലമാണ്. 2025 ജൂൺ മാസത്തിലെ ആയില്യം നക്ഷത്രക്കാരുടെ ഫലമാണ്. ജ്യോതിശാസ്ത്രത്തിലെ 9ാമത്തെ നക്ഷത്രമാണ് ആയില്യം. കർക്കിടകൻ രാശിയുടെ 16:40 മുതൽ 30 വരെ വ്യാപിച്ചു കിടക്കുന്നു. ആയില്യം അഥവാ ആശ്ലേഷ എന്ന വാക്കിന് ആലിംഗനം എന്നാണ് അർത്ഥം. ഇത് നാഗങ്ങളുമായുള്ള നക്ഷത്രത്തിൻ്റെ ആഴത്തിൻ്റെ ബന്ധത്തെ സൂചിപ്പിക്കുന്നു. ആകാശത്ത് കർക്കിടക രാശിയിൽ പാമ്പിനെ പോലെ തോന്നിക്കുന്നതാണ് ഈ ബന്ധത്തിനൊരു കാരണം. ഈ നാളിൻ്റെ ദേവത നാഗമാണ്. ആയില്യ നക്ഷത്രത്തിൻ്റെ പൊതുവായ സ്വഭാവ സവിശേഷതകൾ നമ്മൾ നോക്കുമ്പോൾ ആയില്യ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അസാമാന്യമായ ധൈര്യം സഹജമാണ്. ഏതൊരു കാര്യത്തിൽ എപ്പോഴും മുന്നോട്ട് പോകാൻ ഇവർക്ക് ശക്തമായ ആഗ്രഹമുണ്ട്. അത് വ്യക്തിപരമായി പ്രകടിപ്പിക്കുകയും ചെയ്യും. തങ്ങളുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഇവർക്ക് സഹിക്കാനാകുന്നതല്ല. തമാശ രൂപേണ പോലും അത്തരം ഇടപെടലുകൾ ഇവർ അനുവദിക്കില്ല. അഥവാ ആരെങ്കിലും ഇത്തരത്തിൽ പെരുമാറിയാൽ അവരോട് പൊട്ടിത്തെറിക്കുകയും ശത്രുവായി കണക്കാക്കുകയും ചെയ്യാൻ പോലും മടിക്കാത്തവരാണ്. ദുരഭിമാനം ഇവരിലെ ഒരു സ്ഥായിയായ ഭാവമായി കാണാം. ചില സമയത്ത് അഹങ്കാരികളാണെന്ന് തോന്നുമെങ്കിലും ഇവർ യഥാർത്ഥത്തിൽ വളരെ ശുദ്ധാത്മാക്കളാണ്. ഇവരുടെ സംഭാഷണ ശൈലിയിലെ വ്യത്യസ്തതയാണ് ഈ തെറ്റിദ്ധാരണയ്ക്ക് കാരണം. ആരെയും കണ്ണടച്ച് വിശ്വസിക്കാത്ത ഒരു സ്വഭാവം ഇവർക്കുണ്ട്. ആയില്യം അയൽപക്കം മുടിക്കും എന്നൊരു വാമൊഴി നിലവിലുണ്ടെങ്കിലും ഇത് ജ്യോതിഷവുമായി യാതൊരു ബന്ധവുമില്ല. ആയില്യം നക്ഷത്രക്കാരുടെ സ്വഭാവ ഗുണങ്ങളായി പറയുന്നത് അസാമാന്യ ധൈര്യം, ശുദ്ധാത്മാക്കൾ, മുന്നോട്ട് പോകാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നവർ, അതേസമയം ദുരഭിമാനം, അഹങ്കാരികളാണെന്ന തോന്നൽ എന്നിവയും സൂചിപ്പിക്കുന്നുണ്ട്. ഈ വൈരുദ്ധ്യം ഒരു പ്രധാന കാര്യമാണ്. ആയില്യം നക്ഷത്രക്കാരുടെ വ്യക്തിപരമായ സ്വഭാവ സവിശേഷതകൾ, പ്രത്യേകിച്ച് അവരുടെ സംഭാഷണ ശൈലിയിലെ വ്യത്യാസം ശക്തമായ അഭിമാനബോധവും ചിലപ്പോൾ തെറ്റിദ്ധാരണകൾക്കും ഇടയാക്കും. ആയില്യം നാളുകാർ നാഗദൈവങ്ങളാണ് പ്രധാനമായും ആരാധിക്കേണ്ടത്. നാഗരാജാവ്, നാഗയക്ഷി എന്നീ ദേവതകളെ നിത്യവും സ്മരിച്ച് വിശേഷ അവസരങ്ങളിൽ ക്ഷേത്രദർശനം നടത്തുന്നത് സർപ്പപ്രീതിക്ക് ഉത്തമമായി കണക്കാക്കപ്പെടുന്നു. മണ്ണാറശാല, വെട്ടിക്കോട്, അനന്തൻകാവ്, പാമ്പും മേക്കാട് തുടങ്ങിയ പ്രസിദ്ധമായ നാഗക്ഷേത്രങ്ങളിൽ ആയില്യം നാൾ വിശേഷ ദിവസങ്ങളായി കണക്കാക്കപ്പെടുന്നുണ്ട്. ശിവനെ ആരാധിക്കുന്നതും ഉത്തമമാണ്. ജൂൺ മാസത്തിലെ ഗ്രഹസ്ഥിതിയും പ്രധാന ജ്യോതിഷ സംഭവങ്ങളും നോക്കുമ്പോൾ ആയില്യം നക്ഷത്രക്കാർക്ക് സമ്മിശ്ര ഫലങ്ങൾ നൽകുന്ന ഒരു കാലഘട്ടമാണ്. ഈ മാസത്തിലെ പ്രധാന ഗ്രഹങ്ങളും അവയിലെ ആയില്യം നക്ഷത്രക്കാരെ എങ്ങനെ സ്വാധീനിക്കുന്നു നോക്കാം. സൂര്യൻ ജൂൺ 14 വരെ ഇടവൻ രാശിയിലും ജൂൺ 15 മുതൽ മിഥുനൻ രാശിയിലും സഞ്ചരിക്കുന്നു. വ്യാഴം ജൂൺ മാസത്തിൽ മിഥുനൻ രാശിയിൽ മകര നക്ഷത്രത്തിലാണ്. ജൂൺ 14 മുതൽ തിരുവാതിരയിൽ സഞ്ചരിക്കും. വ്യാഴം മിഥുനത്തിൽ നിൽക്കുന്നത് ശുഭാപ്തി വിശ്വാസം, മുന്നോട്ട് പോകാനുള്ള പ്രചോദനം, നേതൃത്വഗുണം, ജ്ഞാനം, ഉന്നത വിദ്യാഭ്യാസം, യാത്ര, സമൃദ്ധി എന്നിവയെ സൂചിപ്പിക്കുന്നു. ശനി മീനൻ രാശിയിൽ ഉത്രട്ടാതി നക്ഷത്രത്തിലാണ്. രാഹു കുംഭൻ രാശിയിൽ പൂരിട്ടാതി നക്ഷത്രത്തിലും കേതു ചിങ്ങൻ രാശിയിൽ ഉത്രം നക്ഷത്രത്തിലുമാണ്. രാഹുകേതുക്കൾ അപസവേഗതയിലാണ് സഞ്ചരിക്കുന്നത്. രാഹു കുംഭൻ രാശിയിൽ പ്രവേശിച്ചത് 2025 മെയ് 18 ചൊവ്വ ജൂൺ 7 കർക്കിടകൻ രാശിയിൽ നിന്ന് ചിങ്ങൻ രാശിയിലേക്ക് മാറുന്നു. ഈ മാറ്റം ആയില്യ നക്ഷത്രത്തിൽ നിന്ന് മകൻ നക്ഷത്രത്തിലേക്കുള്ള സ്വാധീനത്തെയും സൂചിപ്പിക്കുന്നുണ്ട്. ആയില്യ നക്ഷത്രത്തിൻ്റെ അധിപനായ ബുധൻ ജൂൺ 6 സ്വക്ഷേത്രമായ മിഥുനൻ രാശിയിലേക്ക് പ്രവേശിക്കും. ജൂൺ 22 കർക്കിടകൻ രാശിയിലേക്ക് സംക്രമിക്കുകയാണ്. മകയിരം മുതൽ പൂയം വരെ നക്ഷത്രങ്ങളുടെ ഈ കാലയളവിൽ ബുധൻ നീങ്ങും. ജൂൺ 8 വരെ ബുധന് മൗഢ്യവുമാണ്. ശുക്രൻ മെയ് 31 മുതൽ 29 വരെ മേടൻ രാശിയിൽ അശ്വതി, ഭരണി, കാർത്തിക എന്നീ നക്ഷത്രമണ്ഡലങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഈ ഗ്രഹമാറ്റങ്ങൾ ആയില്യം നക്ഷത്രക്കാരെ സ്വാധീനിക്കുന്നുമുണ്ട്. ആയില്യം നക്ഷത്രത്തിൻ്റെ അധിപൻ ബുധനാണ്. ജൂൺ 6 ബുധൻ സ്വക്ഷേത്രമായ മിഥുനൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നതും ജൂൺ 22 കർക്കിടകത്തിലേക്ക് സംക്രമിക്കുന്നതും പ്രധാനമാണ്. ജൂൺ 8 വരെ ബുധൻ മൗഢ്യത്തിലായതിനാൽ ഈ കാലയളവിൽ ബുധൻ്റെ പൂർണ്ണമായ ഗുണഫലങ്ങൾ ലഭിക്കാൻ കാലതാമസം വരും. ആദിത്യൻ ജൂൺ പകുതി വരെ ലാഭഭാവത്തിൽ സഞ്ചരിക്കുന്നത് വ്യാപാരത്തിലും ഔദ്യോഗികപരമായ കാര്യങ്ങളിലും ഗുണമാകും. രാഹു, കേതു, ചൊവ്വ എന്നിവ പ്രതികൂല സ്ഥാനങ്ങളിലായതിനാൽ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. കർക്കിടകക്കൂറുകാർക്ക് ആയില്യം ഉൾപ്പെടെ പാപഗ്രഹങ്ങളും വ്യാഴം, ശുക്രന്മാരും അനുകൂലമായി നിൽക്കുന്നത് പ്രധാനപ്പെട്ട വിവരങ്ങളും മറ്റുള്ളവർ അറിയുന്നതിന് മുമ്പേ അറിയാൻ സഹായിക്കും. തൊഴിൽപരമായും ബിസിനസ് പരമായും മുന്നേറുന്നതിന് എതിരാളിയെ അത്ഭുതപ്പെടുത്താനും ധൈര്യമായി പല തീരുമാനങ്ങൾ എടുക്കാനും ഇത് സഹായിക്കും. കുബേരയോഗത്തിൻ്റെ സ്വാധീനം നോക്കുമ്പോൾ 2025 വരെ കർക്കിടകക്കൂറിൽപ്പെട്ട ആയില്യ നക്ഷത്രക്കാർക്ക് 11ാം ഭാവത്തിൽ കുബേരയോഗം നിലനിൽക്കുന്നുണ്ട്. ഇത് അപ്രതീക്ഷിത നേട്ടങ്ങൾക്കും കർമ്മ മേഖലയിൽ മികവ്, പുതിയ തൊഴിലവസരങ്ങൾ, ബിസിനസ് വിജയം, നിയമപരമായ പ്രശ്നങ്ങളിൽ നിന്നുള്ള മോചനം, വീട്, വാഹനം വാങ്ങാനുള്ള യോഗം, പൊതുവായ ഐശ്വര്യം എന്നിവ നൽകും. കുബേരയോഗം 2025 വരെ കർക്കിടകക്കൂറുകാർക്ക് നിൽക്കുന്നത് കൊണ്ട് ഇത് സാമ്പത്തികമായും തൊഴിൽപരമായും വിദ്യാഭ്യാസപരമായും കുടുംബപരമായും ആരോഗ്യപരമായും വലിയ നേട്ടങ്ങൾ നൽകും.
ആയില്യം നക്ഷത്രക്കാരുടെ ജൂൺ മാസത്തിലെ ഫലങ്ങൾ നോക്കുമ്പോൾ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ജൂൺ 1 മുതൽ 15 വരെ കർക്കിടകക്കൂറുകാർക്ക് ആയില്യം ഉൾപ്പെടെയുള്ളവർക്ക് വൈകാരികമായ ചില വെല്ലുവിളികൾ നേരിടേണ്ടി വരും. സ്വന്തം വികാരങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് പ്രധാനമാണ്. മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ആദിത്യൻ ലാഭഭാവത്തിൽ സഞ്ചരിക്കുന്നത് വ്യാപാരത്തിലും ഔദ്യോഗികപരമായ കാര്യങ്ങളിലും ഗുണകരമായിരിക്കും. പാപഗ്രഹങ്ങളും വ്യാഴം ശുക്രന്മാരും അനുകൂലമായതിനാൽ പ്രധാനപ്പെട്ട വിവരങ്ങൾ മുൻകൂട്ടി അറിയാൻ നിങ്ങളെ സഹായിക്കും. ഇത് തൊഴിൽ മേഖലയിൽ ജോലി സ്ഥലത്ത് കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ വ്യക്തമായ ആശയവിനിമയം നടത്തുന്നത് നല്ലതാണ്. മേലുദ്യോഗസ്ഥരുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. പുതിയ തടസ്സങ്ങൾ നേരിടേണ്ടി വരും. എന്നിരുന്നാലും ആദ്യത്തിൻ്റെ അനുകൂല സ്ഥാനം ബിസിനസ്സിൽ നീക്കങ്ങൾക്ക് ഗുണകരമാണ്. സാമ്പത്തിക കാര്യങ്ങൾ ശ്രദ്ധ പുലർത്തണം. അനാവശ്യമായ ചെലവുകൾ ഒഴിവാക്കണം. പുതിയ നിക്ഷേപങ്ങളിൽ നിന്നും സൂക്ഷിക്കാനും നിർദ്ദേശിക്കുന്നുണ്ട്. സാമ്പത്തിക ഞെരുക്കത്തിനും സാധ്യത കാണുന്നു. എന്നിരുന്നാലും കുബേരയോഗത്തിൻ്റെ സ്വാധീനം കാരണം അപ്രതീക്ഷിത നേട്ടങ്ങൾ സാധ്യത നൽകുന്നുണ്ട്. ആരോഗ്യം നോക്കുമ്പോൾ രാഹു, കേതു, ചൊവ്വ എന്നിവ പ്രതികൂല സ്ഥാനങ്ങളിലായതിനാൽ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. മാനസിക പിരിമുറുക്കം ഒഴിവാക്കാൻ ശ്രമിക്കേണ്ടതാണ്. കുടുംബത്തിൽ ചെറിയ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ക്ഷമയോടെയും സ്നേഹത്തോടെയും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഈ പ്രശ്നങ്ങളെ ലഘൂകരിക്കാൻ സഹായിക്കും. പങ്കാളിയുടെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകുക. കുടുംബാംഗങ്ങളോടും സഹപ്രവർത്തകരോടും ദേഷ്യപ്പെടേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാൻ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രണയത്തിൻ്റെ കാര്യത്തിൽ ചന്ദ്രൻ്റെ 1-ാം ഭാവത്തിലെ സ്ഥിതി വൈകാരിക ബന്ധങ്ങൾ ശക്തിപ്പെടും. ശുക്രൻ്റെ 10-ാം ഭാവത്തിലെ സ്ഥിതി ദാമ്പത്യ ജീവിതത്തിൽ പങ്കാളിയുടെ പിന്തുണ ഉറപ്പാക്കും. പ്രണയിതാക്കളുമായി കൂടുതൽ സമയം സന്തോഷകരമായി ചിലവഴിക്കാൻ കഴിയും. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ പഠനകാര്യങ്ങളിൽ മുടക്കം വരാനിടയുണ്ട്. എന്നാൽ കുബേരയോഗത്തിൻ്റെ സ്വാധീനത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠന മികവ് പുലർത്താനാകും. ഇതൊരു വൈരുദ്ധ്യമായി തോന്നുമെങ്കിലും പഠനത്തിൽ തടസ്സങ്ങൾ വരാൻ സാധ്യതയാണ് കാണിക്കുന്നത്. അടിസ്ഥാനപരമായ കഴിവുകളും ഭാഗ്യവും കാരണം മികവ് പുലർത്താൻ സാധിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുമാണ്. ജൂൺ 8 വരെ ബുധൻ മൗഢ്യത്തിലായിരിക്കും. ബുധൻ ആശയവിനിമയത്തിൻ്റെയും ബുദ്ധിയുടെയും ഗ്രഹമാണ്. ആയില്യം നക്ഷത്രക്കാരുടെ സംഭാഷണ ശൈലിയിലെ വ്യത്യസ്തത അഹങ്കാരികളാണെന്ന തോന്നലുണ്ടാക്കുമെന്ന് പറയുന്നുണ്ട്. ഈ സ്വാഭാവിക പ്രവണത നക്ഷത്രനാഥനായ ബുധൻ മൗഢ്യത്തിലായിരിക്കുമ്പോൾ വർദ്ധിക്കാനും സാധ്യതയുണ്ട്. ഈ മൗഢ്യകാലത്ത് ആയില്യം നക്ഷത്രക്കാർ അവരുടെ ആശയങ്ങൾ വ്യക്തിപരമായി പ്രകടിപ്പിക്കുന്നതിലും മറ്റുള്ളവരുമായി ഫലപ്രദമായ സംവാദത്തിലൂടെ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടിയും വരാം. ഇത് ജോലിസ്ഥലത്തും കുടുംബത്തിലും തെറ്റിദ്ധാരണകൾക്കും അഭിപ്രായ വ്യത്യാസങ്ങൾക്കും വഴിയൊരുക്കും. അതിനാൽ ഈ ദിവസങ്ങളിൽ സംസാരത്തിലും ഇടപെടലുകളിലും അതീവ ജാഗ്രതയും ക്ഷമയും പുലർത്തേണ്ടത് അനിവാര്യമാണ്. ജൂൺ ആദ്യവാരം പ്രത്യേകിച്ച് 8 വരെ ആശയവിനിമയത്തിൽ അതീവ ജാഗ്രത പാലിക്കുക. മാസത്തിൻ്റെ 2-ാം പകുതി ജൂൺ 16 മുതൽ 30 വരെ ഈ കാലയളവിൽ സൂര്യൻ മിഥുനൻ രാശിയിലേക്ക് മാറുന്നു. ഇത് പൊതുവെ ഗുണകരമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കും. വ്യാഴം തിരുവാതിര നക്ഷത്രത്തിലേക്ക് മാറുന്നത് കൂടുതൽ അനുകൂല ഫലങ്ങൾ നൽകും. കുബേരയോഗത്തിൻ്റെ സ്വാധീനം ഈ കാലയളവിലും തുടരും. ഇത് തൊഴിൽപരമായി ഉദ്യോഗാർത്ഥികൾക്ക് പഠിപ്പിന് അനുസൃതമായ തൊഴിൽ ലഭിക്കാൻ സാധ്യത കാണിക്കുന്നുണ്ട്. കർമ്മമേഖലയിൽ മികവും പുതിയ അവസരങ്ങളും ഉണ്ടാകും. ബിസിനസ്സുകാർക്ക് നല്ല ഫലമാണ് പ്രതീക്ഷിക്കുന്നത്. പുതിയ ജോലിയിൽ പ്രവേശിക്കാനോ വിദേശയാത്ര നടത്താനോ സാധ്യതയുണ്ട്. സാമ്പത്തിക കാര്യത്തിൽ അപ്രതീക്ഷിത നേട്ടങ്ങൾ തുടരും. ധനം പല വഴിയിലൂടെയും വന്നു ചേരും. മറ്റൊരാളെ ആശ്രയിക്കേണ്ടി വരില്ല. വീട്, വാഹനം എന്നിവ വാങ്ങാൻ സാധിക്കും. ആരോഗ്യപരമായി നല്ല സമയം തുടരും. എന്നിരുന്നാലും ചൊവ്വ ചിങ്ങം രാശിയിലേക്ക് മാറുന്നത് ആരോഗ്യകാര്യങ്ങളിൽ ചില ശ്രദ്ധ ആവശ്യപ്പെടുന്നുമുണ്ട്. പൊതുവെ ആരോഗ്യം തൃപ്തികരമായിരിക്കും. കുടുംബ ബന്ധങ്ങൾ മികച്ചതായിരിക്കും. കുടുംബാംഗങ്ങളോടൊപ്പം സമയം ചെലവഴിക്കാൻ സാധിക്കും. മാതാപിതാക്കൾക്ക് മക്കളെക്കുറിച്ച് അഭിമാനിക്കാൻ അവസരങ്ങളുണ്ടാകും. പ്രണയജീവിതത്തിൽ വിശ്വാസവും സന്തോഷവും വർദ്ധിക്കും. അവിവാഹിതർക്ക് വിവാഹ യോഗമാണ് കാണുന്നത്. ദാമ്പത്യ ജീവിതത്തിൽ പങ്കാളിയുടെ പിന്തുണ ഉറപ്പാക്കുക. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താൻ സാധിക്കും. പഠനകാര്യങ്ങളിലും മുടക്കം മാറും. മത്സര പരീക്ഷകളിൽ വിജയമുണ്ടാകും. കുബേരയോഗം 2025 വരെ കർക്കിടകക്കൂറുകാർക്ക് നിലനിൽക്കുന്നുണ്ട്. ഇത് സാമ്പത്തിക നേട്ടങ്ങൾ, തൊഴിൽ മികവ്, വിദ്യാഭ്യാസം, വിജയം, കുടുംബ സന്തോഷം, നല്ല ആരോഗ്യം എന്നിവ നൽകും. ദോഷപരിഹാരങ്ങളായി നിർദ്ദേശിക്കുന്നത് ആയില്യം നക്ഷത്രക്കാർക്ക് പൊതുവെ ചന്ദ്രൻ്റെയും ശുക്രൻ്റെയും രാഹുവിൻ്റെയും ദശാപഹാരങ്ങൾ നല്ലതായിരിക്കില്ല. ഈ ദശാകാലങ്ങളിൽ ജീവിതത്തിൽ ചില പ്രതിബന്ധങ്ങൾ നേരിടേണ്ടി വരും. ദോഷപരിഹാര കർമ്മങ്ങൾ ചെയ്യുന്നത് ദോഷങ്ങളെ ലഘൂകരിക്കാൻ സഹായിക്കും. ചന്ദ്രപ്രീതിയും ബുധപ്രീതിയും അനിവാര്യമാണ്. ആയില്യം നക്ഷത്രത്തിൻ്റെ ഓരോ പാദത്തിലും ജനിച്ചവർക്ക് വ്യത്യസ്ത സ്വഭാവങ്ങളും ദോഷഫലങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ജാതകത്തിലെ മറ്റ് ഗ്രഹനിലകളും ഈ ദോഷഫലങ്ങളെ സ്വാധീനിക്കും. 1-ാം പാദം താരതമ്യേന ദോഷം കുറവാണ്. 2-ാം പാദം പണം നശിപ്പിക്കുന്ന സ്വഭാവമുള്ളവരായിരിക്കാം. 3-ാം പാദം അമ്മയെ ദുഃഖിപ്പിക്കുന്ന പ്രവൃത്തികൾ ചെയ്യാൻ സാധ്യത കാണിക്കുന്നുണ്ട്. 4-ാം പാദം അച്ഛനെ ബുദ്ധിമുട്ടിക്കുന്നവരായിരിക്കും. ജാതക ദോഷം മൂലം അച്ഛനമ്മമാർക്കും കുഞ്ഞിനും ജീവാപായം ഉണ്ടാകാനുള്ള സാധ്യതയും കാണിക്കുന്നു. ദ്വിതീയ തിഥിയിൽ ശനിയോ ഞായറോ ആയില്യം നക്ഷത്രത്തിൽ ജനിച്ച പെൺകുട്ടികൾക്ക്
വിഷകന്യക എന്ന ദോഷം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ ദോഷം ഭാവിയിൽ വിവാഹ തടസ്സങ്ങൾക്കും മറ്റ് ദുരിതങ്ങൾക്കും കാരണമാകും. ജാതകത്തിൽ ബുധനും ചൊവ്വയും മോശമായി നിൽക്കുകയാണെങ്കിൽ സഹോദരങ്ങളുമായുള്ള ബന്ധം ദുർബലമാകാനും സഹോദര ഗുണം കുറയാനും സാധ്യതയുണ്ട്. ഈ ദോഷഫലങ്ങൾ പരിഹാര ക്രിയകളിലൂടെയും ആചാരങ്ങളിലൂടെയും ഒഴിവാക്കാൻ സാധിക്കും. ജാതകത്തിലെ ദോഷഫലങ്ങൾ ഒഴിവാക്കാൻ ജാതക ദോഷം പരിഹരിക്കുന്നതിനുള്ള യോഗ്യമായ പരിഹാരങ്ങൾ ചെയ്യുന്നത് പ്രധാനമാണ്. ആയില്യം നാളുകാർ നാഗദൈവങ്ങളെയാണ് ആരാധിക്കേണ്ടത്. നാഗരാജാവ്, നാഗയക്ഷി എന്നീ ദേവതകളെ നിത്യവും സ്മരിക്കണം. നാഗദൈവങ്ങളെ ആരാധിക്കുന്നത് ജീവിതത്തിലെ ദോഷങ്ങൾ നീക്കം ചെയ്യാൻ സഹായിക്കും. ബുധനാഴ്ചയും ആയില്യം നക്ഷത്രവും ചേർന്ന് വരുന്ന ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനത്തിനും വ്രതാനുഷ്ഠാനങ്ങൾക്കും പൂജകൾക്കും നല്ലതാണ്. ബുധനാഴ്ച ആയില്യം വന്നാൽ സർപ്പകാവിലോ നാഗപ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിലോ ചെന്ന് വണങ്ങി കഴിയുന്നതുപോലെ വഴിപാടുകൾ നടത്തുക. ദോഷപരിഹാരങ്ങൾക്കായി നാഗദൈവങ്ങളെ ആരാധിക്കാനും ചന്ദ്രൻ, ശുക്രൻ, രാഹു ദശാകാലങ്ങൾ കർമ്മങ്ങൾ ചെയ്യാനും ബുധനാഴ്ച വ്രതം എടുക്കാനും നിർദ്ദേശിക്കുന്നുണ്ട്. 2025 ജൂൺ മാസം ആയില്യം നക്ഷത്രക്കാർക്ക് സമ്മിശ്ര ഫലങ്ങളാണുള്ളത്. 2025 വരെ നിലനിൽക്കുന്ന കുബേരയോഗത്തിൻ്റെ അനുകൂല സ്വാധീനം സാമ്പത്തികവും തൊഴിൽപരമായ നേട്ടങ്ങൾക്ക് വഴിയൊരുക്കും. എന്നിരുന്നാലും മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ബുധൻ്റെ മൗഢ്യം കാരണം ആശയവിനിമയത്തിലും തീരുമാനങ്ങളിലും കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. രാഹു, കേതു, ചൊവ്വ എന്നിവയുടെ പ്രതികൂല സ്ഥാനങ്ങൾ കാരണം ആരോഗ്യത്തിലും കുടുംബത്തിലും ജാഗ്രത ആവശ്യമാണ്. പഠനകാര്യങ്ങളിൽ ചില മുടക്കങ്ങൾ വരാനിടയുണ്ടെങ്കിലും കുബേരയോഗത്തിൻ്റെ സ്വാധീനത്തിൽ മികച്ച വിജയം നേടാനാവും.